ഇറാനും ഇസ്രായേലും തമ്മിൽ അടിക്കുന്നെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് തീരെയും ബുദ്ധിമുട്ടില്ലാതെയൊന്നുമില്ല. പ്രവാസികളൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ സാമ്പത്തിക മേഖലയിലും ഒരു ചെറിയ നിയന്ത്രണങ്ങളുടെയൊക്കെ ലക്ഷണം കാണുന്നുണ്ട്. ഇപ്പോൾ നയാര പമ്പുകാർ പെട്രോളിന് 5 രൂപ ഇന്നലെ കൂട്ടി. ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ഇനി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതാ ഇനി വർഷങ്ങളായിട്ട് നമ്മുടെ ഈ യുദ്ധത്തിൻ്റെ സമയത്ത് വാങ്ങുന്നതിൻ്റെ ആ ഒരു വിലയാണ് ഇത്ര നാൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്, അതുകൊണ്ടാണ് ഇപ്പോൾ കൂട്ടാത്തതെന്നോ അറിയില്ല. അതൊക്കെ അതിൻ്റെ ബന്ധപ്പെട്ടവർക്ക് തന്നെ അറിയാനൊക്കുള്ളൂ. ഇപ്പോൾ ഗ്യാസിൽ മാത്രം ഒരു ഇച്ചിരി നിയന്ത്രണം വന്നപ്പം ഹോട്ടൽ മേഖല ആകെ താറുമാറായി. അവിടെയുള്ള തൊഴിലാളികളുടെ തൊഴിൽ, ദീർഘകാലത്തേക്കുള്ള തൊഴിൽ നഷ്ടപ്പെട്ട് ഒരുപാട് മിക്ക നെയ്റ്റ് കടകൾ, ചെറിയ ചെറിയ ഹോട്ടൽ സംരംഭങ്ങളെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം ഈ വിറക് ഉപയോഗിക്കുന്നവർക്ക് എന്ന ചെറിയ ചില ഹോട്ടലുകൾ മാത്രമേ, അതും വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് അതിനകത്ത് പലചരക്കടയിലെ സാധനങ്ങൾ, അതുപോലെ പച്ചക്കറി, ഇറച്ചി, മീൻ, മുട്ട, അങ്ങനെ എല്ലാ ഐറ്റംസിനും കച്ചവടം ഉണ്ടാകും. ഇതിപ്പം പൂട്ടിക്കിടക്കുന്നതുകൊണ്ട് പല മേഖലകളും സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹോസ്റ്റൽ ഫീൽഡ്, എറണാകുളത്തൊക്കെ ഹോസ്റ്റൽ ഫീൽഡ്, പിന്നെ ഹോസ്റ്റലുകളൊക്കെ ഒരു 80% അടഞ്ഞ ലക്ഷണമാണ്. അവരൊക്കെ വർക്ക് ഫ്രം ഹോം ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ടാക്സി, എയർപോർട്ട് അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് എയർപോർട്ടിൽ വളരെ പരിമിതമായ രീതിയിലുള്ള ഫ്ലൈറ്റുകൾ, ഡൊമസ്റ്റിക്കൊക്കെയാണ് കൂടുതലും വരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ടാക്സി മേഖല പരിതാപകരമായ അവസ്ഥയിലാണ്. കാരണം ഓട്ടം തീരെ, ഓൺലൈൻ ടാക്സി ആയാലും അല്ലാത്തതാണേലും ഓട്ടം വളരെ കുറവുള്ള കണ്ടീഷനാണ്. അങ്ങനെ തീരെ നമ്മളെ ബാധിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുകയില്ല. എല്ലാം ശരിയാകുമെന്നുള്ളൊരു പ്രതീക്ഷ. എല്ലാവരും പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ.